സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തോടെ പെർഫെക്റ്റ്. അത് ക്രൂസ് കൺട്രോൾ ഇട്ടല്ല, എന്നിട്ട് നെക്കി പിടിച്ചാൽ സ്പീഡ് കൂട്ടാൻ പറ്റും. ഞാൻ ത്രോട്ടിൽ കൊടുത്തിട്ടുള്ള സ്പീഡ് കണ്ടേ, ഞാൻ 70, 75, 80 ആക്കി കൊടുത്ത്, 85 90 കൊടുത്ത് അവിടെ നിന്ന് പുള്ളി ചെയ്ത് കയറും. എന്നിട്ട് ബ്രേക്ക് ഗിയർഡൗൺ. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ടച്ച് ഉള്ളതുകൊണ്ട് റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, സെറ്റപ്പ്. പിന്നെ റിയർത്തെ ABS ഞാൻ ഓഫാക്കി സ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ KTM Adventure 390S ആണ്. ഇതേക്കടെ അക്രമം കാണിച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. സെറ്റപ്പ് നോക്ക്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വൈസറൊക്കെ ഒരു ലോങ് വൈസർ ടോൾ വിൻസ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓടിച്ചു നോക്കിയിട്ട് പറയട്ടെ, ശരിക്കും എഫക്റ്റീവാണ്. കണ്ടിട്ട് അടിപൊളി സെറ്റപ്പിലാണ് കൊടുത്തത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സിസ്റ്റം ഒക്കെ കണ്ടില്ലേ, ആ സൂപ്പർ 1390 അഡ്വഞ്ചർ ഇല്ലേ, അതിന് ഇൻസ്പയർ ചെയ്ത ഹെഡ്ലൈറ്റാണ് കൊടുത്തത്. കണ്ട് ഇവിടെ പ്രൊജക്ടർ, വലിയ പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അടിയിൽ വേറെ പ്രൊജക്ടറും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ DRS കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ, ഇപ്പോൾ 4 LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തത്. സെറ്റപ്പ് കൊള്ളാട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ലോങ് ഫെൻഡറാണ് കേട്ടോ കൊടുത്തത്. റേസ് ഫെൻഡറാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള റേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചെളി കയറി പെട്ടെന്ന് കേക്ക്ഡ് ഇൻ എന്നൊക്കെ പറയില്ല, ടയർ ലോക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാത്രം എക്സ്റേ ആയിട്ട് ഇവിടെയും കൂടി ഒരു കവറിങ് വരുന്നു. അത്രയും ചെളിയിലും മഴയത്തൊക്കെ നിങ്ങൾ ഓടിക്കണേ ഇവിടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡും കൂടി കിട്ടും കേട്ടോ. കൊള്ളാല്ലേ. പിന്നെ ആ കേർഡ് റേഡിയേറ്റർ ഉണ്ടല്ലേ വളഞ്ഞിരിക്കുക. അങ്ങോട്ട് ഞാൻ പോവാം. അതിന് മുമ്പ് തന്നെ ഈ സെറ്റപ്പ് കാണിച്ച ഫ്രണ്ടിൽ നോക്ക്, 21 ഇഞ്ച് വീൽസാണ് കേട്ടോ കൊടുത്തത്. ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തത്. ട്യൂബ്ലെസ് സ്പോക്ക് വീൽസാണ് കൊടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതാണ് 90 സെക്ഷൻ്റെ ആണ്, ചെറിയ കട, അധികം വെത്തൊന്നുമില്ല. പക്ഷേ 21 ഇഞ്ചാണ്. സ്പോക്ക് വീല ഈ റിമ്മിൻ്റെ അകത്ത് ടേപ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് എയർ ലീക്കേജ് ഒന്നും ഉണ്ടായില്ല. ഈ സ്പോക്കിൻ്റെ ഇടയിൽ കൂടി എയർ ലീക്കേജ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് സെറ്റപ്പായിട്ട് ട്യൂബ്ലെസ് ആണ്. ഇപ്പോൾ ടയർ പഞ്ചറായാലും അധികമായിട്ട് എയർ പോയില്ല കേട്ടോ. ഈ സ്പോക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തുകൊണ്ട് അലോയ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി അബ്യൂസ് താങ്ങാൻ പറ്റും. മാത്രം കുറച്ചുകൂടി ലോവർ ടയർ പ്രഷർ ഇട്ട് ഓടിക്കാനൊക്കെ പറ്റും. അത് ട്യൂബ് ആണെങ്കിൽ കേട്ടോ. ട്യൂബ്ലെസ് ആകുമ്പോൾ അഡ്വാൻറ്റേജോ, പക്ഷെ എന്നാലും ഭയങ്കര മോർ ഡ്യൂറബിളാണ്. സെറ്റപ്പ് കുറച്ചും കൂടി അബ്യൂസ്, നമ്മൾ ചാട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ, ചാട്ടോ ജമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ആ അബ്യൂസൊക്കെ എടുക്കും കേട്ടോ. ഫ്രണ്ടിൽ നോക്ക്, സെറ്റപ്പ് ഡിസ്ക് റോട്ടർ, ഒരു ഫ്ലോട്ടിങ് ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാട്ടോ. ഇവിടെ ആ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ ക്യാരി ഇവിടെ ഗാൽഫറിൻ്റെ ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അലൂമിനിയമാണ്, അൺസ്പ്രങ് മാസ് ഓർക്കാൻ വേണ്ടി അലൂമിനിയം കൊടുത്ത്. ഇവിടെ കണ്ടില്ലേ 320 ഡിസ്ക് റോട്ടറാണ്, ഗാൽഫറിൻ്റെ സാധനമുള്ള കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ. പിന്നെ WPയുടെ അപ്പെക്സ് ഓപ്പൺ കാർട്രേജ്, ആ ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് 43 mm. അതിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഫോക്ക് കവറിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ റിയർ മഡ് ഗാർഡൊക്കെ വരുന്നത് കേട്ടോ. കൊള്ളാല്ലേ. പിന്നെ ഏറ്റവും വലിയ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലിപ്പർ കൂടി ആക്സിയൽ ടൈപ്പ് കാലിപ്പറാണ് കൊടുത്തേക്കുന്നത്. കണ്ടത് ഇത് ആക്സിയൽ ടൈപ്പ് ബ്രേക്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. വിത്ത് സിൻറ്റർ പാഡ്സ് ആണ്. റേഡിയലല്ല, റേഡിയലും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷാർപ്പ് ബൈറ്റ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ഡൈവ്, അതേപോലെ ഓഫ് റോഡിനെ അഫക്റ്റ് ചെയ്ത്. ഇത് ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ ആ ട്രാവൽ ഉള്ളതുകൊണ്ട് അത് ഓഫ് റോഡിങ് അഫക്റ്റ് ചെയ്യും. ഇത് പറയാം, ഇത് റോഡ് മാത്രമല്ല ഓഫ് റോഡിൽ നല്ല കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിളാണ് കൊടുത്തത്. വിത്ത് ഡുവൽ ചാനൽ ABS, ഫ്രണ്ടിലും ABS ഉണ്ട്, ബാക്കിലും ABS കൊടുത്തിട്ടുണ്ട്. ഈ ടയർ എന്ന് പറഞ്ഞാൽ അപ്പോളോ ട്രാംപ്ലർ എക്സാ ടയേഴ്സ് ആണ് കേട്ടോ. ഈ ടയർസ് ഓഫ് റോഡിൽ സെറ്റപ്പ്, ആ റോഡിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് ഓടിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ കണ്ടില്ല ആ കേർഡ് റേഡിയേറ്റർ വളച്ച് വെച്ചേക്കണ്ട, കൂടുതൽ സർഫസ് ഏരിയക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷനാണ്. പിന്നെ കണ്ട 2 ഫാനും കൊടുത്തിട്ടുണ്ടല്ലോ. കൊള്ളാല്ലേ. ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടി കൊടുത്തേക്കുന്നത്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡി പാനൽസ് ഒക്കെ ഇത് പ്രോപ്പർ ശരിക്കും ആ ഡാക്കാർ 450 ഡാക്കാർ ഇൻസ്പയർഡ് മോട്ടോർ സൈക്കിൾ കേട്ടോ. പഴയ ADV ഒരു സിമിലാരിറ്റി ഇല്ല, എല്ലാ സാധനവും മാറ്റി. ഇത് ശരിക്കും ഒരു ഡാക്കാർ മോട്ടോർ സൈക്കിൾ. ആ റാലി ടവർ, ആ നാവിഗേഷൻ ടവർ ഉണ്ട്, ആ രീതി സെറ്റ് ടോൾ വിൻസ്ക്രീൻ, ആ റേസ്ഡ് ഫെൻഡറും എല്ലാ സാധനവും. പിന്നെ ഈ ബോഡി പാനൽസ് ഉണ്ടല്ലേ, ഇതിനെ PP ബോഡി പാനൽസ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രാച്ചസ് ഒക്കെ വന്നാൽ ഇതേ ബോഡി കളറാക്കി ഇതിൻ്റെ ഉള്ളിലോട്ടോ. അങ്ങനത്തെ ഇൻ മോൾഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും ആണ് കൊടുത്തേക്കണ്ട. ഇത് സ്റ്റിക്കർ അല്ല, പെട്ടെന്ന് പൊളിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അത് മോൾഡഡ് ആണ്, ഇൻ ഡിസൈനാണ് കൊടുത്തേക്കണ്ട. ഞാൻ ഉരച്ചാലും അങ്ങനെ പെട്ടെന്ന് ഡിസൈൻ ഡാമേജ് അല്ല, മാത്രമല്ല കളർ ഓറഞ്ച് തന്നെ ആയിരിക്കും. കൊള്ളാല്ലേ. കുറേ മത്താപ്പ് കൊടുത്തത്. ടാങ്ക് ഒക്കെ ഒരു 14.5 ലിറ്റർ ടാങ്കാണ് കൊടുത്തേക്ക്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന എഞ്ചിനാട്ടോ. Gen 3 Duke 390 വന്ന അതേ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മാറ്റിയാണ്. ഇതിൻ്റെ ക്രാങ്ക് ഓഫ്സെറ്റ്, ഇതിൻ്റെ ക്രാങ്ക് ആംഗിൾ 5 degrees ഒന്ന് ഓഫ്സെറ്റ് ചെയ്യുക, കുറച്ചും കൂടി വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി. കാരണം എന്താണ്, ഈ ഫ്രെയിം കണ്ടത് ഒരു സ്റ്റീൽ ട്രെലിസ് ഫ്രെയിം ആട്ടോ. മെയിൻ ഫ്രെയിം സിമിലർ ടു ഡ്യൂക്കാണ്, പക്ഷേ അതിൻ്റെ സ്റ്റിയറിംഗ് ആംഗിളൊക്കെ കുറച്ച് മാറ്റി കുറച്ചുകൂടി വീൽ ബേസ് ആക്കിയിട്ടുണ്ട്, ലോങ്ങർ വീൽ ബേസ് ആക്കിയിട്ടുണ്ട്. Adventure 390നെക്കാട്ടി പഴയ ജനറേഷനെക്കാട്ടി വീൽ ബേസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്ക്, എത്ര കൂടിയ 238 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കല്ലൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ വെച്ചാലും കൂടി അടി തട്ടില്ല, പൊക്കി അടിച്ചാലും കൂടി അടി തട്ടാത്ത ഗ്രൗണ്ട് ക്ലിയറൻസാണ് കൊടുത്തത്. സീറ്റ് ആയിട്ടും കുറഞ്ഞു. പണ്ട് 855 അല്ലേ, ഇപ്പോൾ 830 mm ആയിട്ടോ. അതിന് കുറേ റീസൺസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് തന്നെ എഞ്ചിൻ 399cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സിംഗിൾ സിലിണ്ടർ 46 horsepower
39 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഏർലിയർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം അതിൻ്റെ ഗിയറിങ് മാറ്റിയിട്ടുണ്ട്, മാത്രമല്ല എൻ്റെ മാപ്പിങ്ങും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഏർലിയർ ആയിട്ട് പവർ പ്രൊഡക്ഷൻ ചെയ്യുന്നു കേട്ടോ. ആ പവറും ടോക്കും കുറച്ചും കൂടി ഒരു 500 RPM ഏർലിയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഹിമാലയ 450 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ്റെ ടോർക്ക് കുറച്ചും കൂടി ഏർലിയർ ആയിട്ടാണ് വരുന്നത്. ഹിമാലയ ഏകദേശം 40 ഹോഴ്സ് പവർ 40 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് അത് കുറച്ചുകൂടി ഏർലിയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ഏർലിയർ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ഗിയേഴ്സ് ലോവർ സ്പീഡ്സൊക്കെ ഓടിച്ചെടുക്കാൻ പറ്റും. ഇത് 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇതിൻ്റെ ഗിയറിംഗ് ഷോർട്ടർ ആക്കിയുണ്ട്. ഫ്രണ്ടിൽ 14 ബാക്കിൽ 46 ടീറ്റ. പഴയ ഡ്യൂക്ക് 250യുടെ ഗിയറിംഗ് എഴുതി കൊടുത്തിരിക്കുന്നത് അക്രമം ആയിക്കോട്ടോ. പിന്നെ ഈ എക്സോസ്റ്റ് റൂട്ട് അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മിക്കവർക്കുള്ള സംശയം ഇത് ഓഫ് റോഡ് വാട്ടർ വെയ്ഡിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഓഫ് ആവും, എഞ്ചിന് കംപ്ലീറ്റ് പ്രശ്നം കിട്ടുമെന്ന്. ഇവർ ടെസ്റ്റ് ചെയ്തേക്കുന്ന 300 mm സാധാ ടെസ്റ്റിങ് കേട്ടോ. ഇവർ ടെസ്റ്റ് ചെയ്യുക KTM അറിയില്ല, അക്രമമാണ്. 400 mm ഇത്രയും ഹൈറ്റിലൂടെ വെള്ളം വെച്ച് ഓടിച്ചിട്ട് പോയിട്ട് യാതൊരു സീനും ഉണ്ടായില്ല എന്ന് KTM ഉറപ്പിച്ചു പറഞ്ഞാൽ അത്രയും ഡെവലപ്മെൻറ്റ് ടെസ്റ്റിംഗ് ചെയ്ത. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ ഒരു എയർ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ 400 mm ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ എക്സീഡ് ചെയ്ത് ഈ ലെവലിൽ എക്സീഡ് ചെയ്താൽ മാത്രമേ ആ എയർ പോക്കറ്റിനെ ഡിസ്ട്രോയ് അത് കവർ ചെയ്ത് ഉള്ളിൽ പോകാനുള്ള മാത്രം പ്രഷർ ആ വെള്ളത്തിന് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് വണ്ടി ഓഫ് ആക്കിയിട്ടാൽ ഇതിന് ഓവർകം ചെയ്യാനുള്ള പ്രഷറില്ല. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വരെ വണ്ടി സ്റ്റാർട്ട് ആവുന്ന ആ വെള്ളം സിലിണ്ടറിനകത്ത് കയറിയിട്ട് പിസ്റ്റനെ കയറി ഹൈഡ്രോ ലോക്ക് ചെയ്യണ പ്രശ്നമൊന്നും പേടിക്കേണ്ട, അങ്ങനത്തെ സീനൊന്നും വരില്ലെന്ന് KTM അഷ്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അവിടം വരെ ഓടിക്കേണ്ട, ഇവിടം വരെയൊക്കെ വെള്ളം വെച്ച് ഓടിച്ചാൽ യാതൊരു സീനില്ലെന്നാണ് KTM പറയുന്നത്. അതുകൊണ്ട് അണ്ടർബെല്ലി കൊടുത്തേക്ക്. ഈ അണ്ടർബെല്ലി കൊടുത്താൽ കുറച്ചൊന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് പറയും, പക്ഷേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. റോഡ് റൈഡിങ്ങിന് അതേപോലെ ഡയറക്ഷൻ ചേഞ്ചസിലാണ് സിറ്റിയിലൊക്കെ ഓടിക്കാനും കുറച്ച് ഫാസ്റ്റായിട്ട് കോർണറൊക്കെ ചെയ്യാൻ ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ എന്നാലും ഗ്രൗണ്ട് ക്ലിയർസ് ഇപ്പോഴും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫോർക്കിൻ്റെ ട്രാവൽ 200 mm ട്രാവൽ ഇൻ ദ ഫ്രണ്ട്, 205 ഇൻ ദ ബാക്ക് ഉണ്ട്. കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇടയ്ക്ക് മാറിപ്പോകാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ തരാം. അത്രയും ട്രാവലുള്ള ഫോർക്ക് അത് അഡ്ജസ്റ്റബിൾ കൂടിയ കണ്ടില്ലേ. ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പാക്റ്റ് അടിച്ച ആ റേറ്റ് അറ്റ് വിച്ച് ദ ഫോർക്ക് കംപ്രസസ്, അതിൻ്റെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡിൽ അത് കംപ്രസ് ചെയ്ത് അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ എനർജി ഞാൻ അബ്സോർബ് ചെയ്യാൻ, എന്നിട്ട് ആ എനർജി റിലീസ് ചെയ്യില്ല, ആ അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തിനാ, റോഡും ടയറായിട്ട് കോൺടാക്ട് നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ റോഡും ടയറായിട്ട് ടാർമാക്കായിട്ട് കോൺടാക്ട് നമുക്ക് കൂടുതൽ നേരം നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ റൈഡറിന് ഇൻപുട്സ് കൊടുക്കാൻ പറ്റും, ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടും. അതിന് വേണ്ടിയാണ് ഈ സസ്പെൻഷൻ ഒക്കെ നമ്മുടെ ഇഷ്ടം റൈഡറിൻ്റെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാല്ലേ. പിന്നെ ഇതിൻ്റെ മെയിൻ ഫ്രെയിം ഡ്യൂക്കായിട്ട് സിമിളാ, പക്ഷേ ഇതിൻ്റെ റേക്ക് ആംഗിൾ അതിൻ്റെ സ്റ്റിയറിംഗ് ഹെഡിൽ അവിടെ കോളത്തിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇത്രയും വീൽ ബേസ് ഒക്കെ ആയിട്ട്. ബാക്കി സിമിളാ സബ് ഫ്രെയിമും കുറച്ചുകൂടി വൈഡറാക്കി വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ആക്കിടക്കി ഇരിക്കാൻ, കുറച്ചുകൂടി ലോഡ് കയറിയ ലഗേജസ് ഒക്കെ വെക്കാനുള്ള സെറ്റപ്പിലാണ് കൊടുത്തത്. ആ റിയർ സെക്ഷനൊക്കെ കാണുമ്പോൾ ആ സീറ്റും കൊള്ളാം, ടെക്സ്ചറും കൊള്ളാം. ചെളി കണ്ട ഞാനായിട്ട് ഈ അക്കണമൊക്കെ കാണിച്ച് ഇവിടെ ചെളിയൊക്കെ കൊണ്ട് കാണിച്ചാൽ ഇരിക്കട്ടെ, ഒരു വഴിക്ക് വേണമല്ലേ. പിന്നെ കണ്ട 2 ഓട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെഡറിന്, ബിഫോർ ദ ക്യാറ്റ് ആഫ്റ്റർ ദ ക്യാറ്റ്. ഇപ്പോൾ സ്ട്രിക്റ്റ് എമിഷൻ നോംസ് ആയതുകൊണ്ട് ഇത്തരം 2 ഓട്ടോ സെൻസേഴ്സ് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, amount of oxygen inside that എക്സോസ്റ്റിനുള്ളിൽ മെഷർ ചെയ്യാൻ വേണ്ടി അതനുസരിച്ചിട്ടാണ് ഫ്യൂലിംഗ് ചെയ്യുന്നത്. റിച്ച് ആണോ ലീൻ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫ്യൂലിംഗ് കൊടുക്കുന്നത് കേട്ടോ. അത് ബിഫോർ ദ ക്യാറ്റും ആഫ്റ്റർ ദ ക്യാറ്റും റിക്വയർമെൻറ്റ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. എക്സോസ്റ്റൊക്കെ ഞാൻ കേൾപ്പിച്ചാൽ പിന്നെ കേൾപ്പിച്ചാൽ സെറ്റപ്പാണ്. പിന്നെ കണ്ട ഒരു ക്രാഷ് കാർഡ് കൊടുത്തത്, സെറ്റപ്പ് ക്രാഷ് കാർഡ് കുറച്ച് കണ്ട ഔട്ട് സൈഡ് കൊടുത്തേക്ക്. അപ്പോൾ ബോഡി പാൻസും കിട്ടും, ഈ ബ്രേക്ക് ലെവറിനും കിട്ടും. അതേപോലെ ബാക്കി എല്ലാ ഗിയർ ഷിഫ്റ്ററിനാണെങ്കിൽ കുറച്ചൊക്കെ കമ്പോണൻസിനൊക്കെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് കുട്ടി യൂണിറ്റാണ് കൊടുത്തേക്കുക. കണ്ട ഇവിടെ സ്ലൈഡറും കൊടുത്തിട്ട്, അത് റിമൂവബിളും കൂടിയ റിമൂവബിൾ ആൻഡ് റീപ്ലേസബിൾ സ്ലൈഡർ വരെയും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം അല്ലേ. പിന്നെ ഇതിത്തെ റബ്ബർ മൗണ്ടിങ് നോക്ക്, സിറ്റി റൈഡിങ്ങിലാണെങ്കിൽ ഹൈവേ റൈഡിങ്ങിലാണെങ്കിൽ കൊടുത്തേക്കുക. ആ കൂടുതൽ വൈബ്രേഷൻ വരുമ്പോൾ ഈ എഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ വരും കേട്ടോ. ഓഫ്സെറ്റ് ആക്കി ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ക്രാങ്ക് ആംഗിൾ ഓഫ്സെറ്റ് 5 ഡിഗ്രി ഓഫ്സെറ്റ് വെച്ചാൽ ഇതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും കുറച്ചൊക്കെ വൈബ്രേഷനൊക്കെ ആണ്. ഇതിൻ്റെ എഞ്ചിൻ സ്ട്രെസ് മെമ്പറാണ്. ഇത് ട്രെല്ലിസ് ഫ്രെയിം ഫ്രം ദ സ്റ്റിയറിംഗ് കോളം ടു ദ സ്വിംഗ് ആം പിവറ്റിലോട്ട് കണ്ട 2 സ്റ്റീൽ ട്യൂബ്സാണ് വന്നിരിക്കുക. അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇത് ഇങ്ങനത്തെ ലാറ്റിസ് ട്രയാങ്കിളായിട്ട് ലാറ്റിസ് കൊടുത്തിട്ടാണ് സ്ട്രെങ്ത് വരുന്നത്. പിന്നെ അത് മാത്രം സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിൽ ആ എഞ്ചിനും കയറുമ്പോൾ ടൈറ്റ് ചെയ്ത് ബോൾട്ട് ഓൺ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിൻ സ്ട്രെസ് മെമ്പർ ആവുന്നത്. പക്ഷേ അപ്പോൾ എഞ്ചിനിലുള്ള വൈബ്രേഷൻസ്, ആ പിസ്റ്റം മുകളിലോട്ടും താഴോട്ടും പോകുന്ന സിംഗിൾ സിലിണ്ടർ അല്ലേ, ആ വൈബ്രേഷനൊക്കെയാണ് ഈ ബാറിൻസ് ഫുഡ് പെഗ്സിൽ എല്ലായിടത്തും വൈബ്രേഷൻ വരും. ആ ചെറിയ ബസ്സിങ് വരും 5000 RPM 4000 RPM ഡ്യൂക്ക് 390 വരുന്നുണ്ട്. അതേപോലെ എൻ്റെ എസ്റ്റിമേറ്റ് കറക്റ്റാണ്, ഇത് ഓടിക്കുമ്പോൾ ഇതിനും വൈബ്രേഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രേക്കും ഗിയർ ലെവൽസൊക്കെ ഫോർജ്ഡ് ആണ് കേട്ടോ, കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ളതാണ്. കണ്ടേ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്ക്, വില കൂടിയ എന്താ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ റിയർ ഷോക്കും ഒക്കെ, ഇതിൻ്റെ സ്വിംഗ് കണ്ടില്ല, ഒരു ബനാന ടൈപ്പ് സ്വിംഗ് ആമാട്ടെ കൊടുത്തേക്ക്. അലൂമിനിയം ടൈപ്പാണെന്ന്
കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. കുറച്ചുകൂടി അൺസ്പ്രങ് മാസ് വർക്കാനുള്ള സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. കണ്ട ഷോക്ക് നോക്ക്, സോഫ്റ്റ് ഹാർഡാക്കുക. ഇത് റീബൗണ്ട് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കാണ് കൊടുത്തേക്കുക. അപ്പോൾ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി സോഫ്റ്റർ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്ക് അധികം അടിയൊന്നും റൈഡറിന് കിട്ടില്ല. അങ്ങനെ നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും. ഹാർഡ് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആ ഷോക്ക് ആക്ഷൻ ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഇത് കുറച്ചും കൂടി ഹാർഡ് ആക്കാൻ പറ്റും കേട്ടോ. ഓഫ് റോഡിങ് ഹാർഡ് ആക്കാൻ നിങ്ങൾക്ക് ഡേ ടു ഡേ റൈഡിങ് ആണ്, ടൂറിങ്ങിനാണ് ഇത് സോഫ്റ്റ് ആക്കാനും പറ്റും. കൊള്ളാല്ലേ. പിന്നെ ബാക്ക് ഒക്കെ 240 ഡിസ്ക് റോട്ടറാണ് കൊടുത്തേക്കുക വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ. അക്രമം തന്നെ, കൊള്ളാല്ലേ. എല്ലാ സാധനം ബനാന ടൈപ്പ് സ്വിംഗാൻ കൊടുത്ത അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പിന്നെ ഈ ഷോക്ക് സൈഡ് മൗണ്ടഡ് ആക്കി. നമ്മുടെ ഡ്യൂക്ക് 390 വരുന്ന സെറ്റപ്പാണ്. ബിഗർ എയർ ബോക്സ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ വെച്ച സീറ്റ് ആയിട്ട് അധികം കൂടില്ല. ഇപ്പോൾ 830 സീറ്റ് ആയിട്ടുള്ള പഴയക്കാണ്ടി 25 എന്തോ കുറച്ചുണ്ട്. എന്നിട്ടും കണ്ട 830 ലോങ്ങർ ട്രാവൽ സസ്പെൻഷനുമായി കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. കൊള്ളാല്ലേ. ചിലർക്ക് ഈ സൈഡ് മൗണ്ട് ഇഷ്ടപ്പെടില്ല, പക്ഷേ എന്നാലും സൈഡ് മൗണ്ട് ഒന്നും ഹാൻഡ്ലിങ്ങിനൊന്നും ബാധിക്കില്ല കേട്ടോ. പിന്നെ ഈ ഷോക്ക് ഉണ്ട് മൗണ്ടഡ് ഓൺ ടു ദ സ്വിംഗ് ആമാണ്, ലിങ്കേജ് ടൈപ്പ് ഒന്നുമല്ല. കാണാൻ കൊള്ളാം. ഈ ചെളിയിൽ കുളിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി തന്നെ അല്ലേ. പിന്നെ അപ്പോളോ ട്രാമ്പിളായിട്ടാണ്. ബാക്കിൽ 130 സെക്ഷനാണ്, ഹിമാലയനൊക്കെ 140 സെക്ഷനായിട്ട് കൊടുത്തത്. ബാക്കിൽ ഒരു 17 ഇഞ്ച് ടയർസ് ഉണ്ട്, അത് റേഡിയൽ ടയർസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അധികം ടെസ്റ്റ് ചെയ്തിട്ടില്ല. റോഡിൽ കണ്ടിട്ട് ഇതിൻ്റെ പാറ്റേൺ കണ്ട് ഇത്രയും ഗ്രൂസ് ആയി കണ്ട് ചെളിയൊക്കെ പുഷ് ഔട്ട് ചെയ്യാനൊക്കെ കൊള്ളാം. പക്ഷേ റോഡ് റൈഡിങ് ഇത്രയും ഗ്രിപ്പ് ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ റിയർ ടെയിൽ സെക്ഷൻ ഒക്കെ കുട്ടി LED ടെയിലായിട്ടാണ് കൊടുത്തേക്ക്. ഇൻഡിക്കേറ്റേഴ്സ് ആണ് 4 LED പുതിയ ഇൻഡിക്കേറ്റേഴ്സായി കൊടുത്തത്. ആ എക്സ്റ്റെൻഡഡ് മഡ് ഗാർഡ് കൊടുത്ത് അധികം ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഇന്ത്യ റോഡിലേക്കിലാക്കാൻ വേണ്ടി ആ സാരി ഗാർഡൊക്കെ ഉണ്ടല്ലേ, ഇത്രയും ചെളി ഇട്ട് നമുക്ക് ഇറക്കി ആ ചെളി ഫുൾ നനച്ചിരിക്കുന്ന സമയത്ത് മുമ്പോട്ട് കുറച്ച് അക്രമം കാണിച്ചാട്ടാ. കണ്ട് ഇതിലിട്ട് മുകളിലോട്ടൊന്നും ചെളി തെറിച്ചില്ല. ഇവിടെ വരെ ചെളി തെറിച്ച്, പക്ഷെ ഇങ്ങോട്ടൊന്നും അധികം ചെളി തെറിച്ചിട്ടില്ല. സെറ്റപ്പ് കൊള്ളാം അല്ലേ. പിന്നെ റിയർ കണ്ട ഒരു 46 ടീത്തിൻ്റെ സ്പ്രോക്കറ്റ് ആണ് കൊടുത്തത്. ഫ്രണ്ടിൽ 14 പഴയ ഡ്യൂക്ക് 250 അതിൻ്റെ ഗിയറിങ് കൊടുത്തു. ഭയങ്കര ഷോർട്ടർ ഗിയറിംഗ് ആണ്. ഡ്യൂക്ക് 390 ഷോർട്ടർ ഗിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആണ് ബെൻഡബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ ഒടിഞ്ഞു വണ്ടിക്കാനുള്ള 4 ലെവേഴ്സാണ് കൊടുത്തത്. മാത്രമല്ല ഈ കണ്ട ഇതിൻ്റെ ലെവൻ്റെ അറ്റം കണ്ടില്ലേ, അതിങ്ങനെ മടങ്ങിയും പോകാം, പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല. അപ്പോൾ ഓഫ് റോഡിലേക്ക് പോകുവാണെങ്കിൽ പേടിക്കേണ്ട, അപ്പോൾ കയ്യിൽ നിന്നൊന്നും വീണാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റ് പ്ലസും ഉണ്ട്. പിന്നെ ക്ലച്ച് പിടിക്കാൻ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചുകൊണ്ട് റിയർ വീൽ ലോക്കിംഗ് ഇല്ല. ഡുവൽ ചാനൽ ABS ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്ക് ധൈര്യത്തോടെ പിടിക്കുക. റിയർ വീൽ ലോക്കിങ് ഫ്രണ്ട് വീൽ ലോക്കിങ്ങും പേടിക്കേണ്ട. എത്ര മത്താപ്പാണല്ലേ വണ്ടി കൊടുത്തിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം. പിന്നെ കണ്ടില്ല ഒരു വൈഡ് ഹാൻഡിൽ ബാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 28 ഇവിടെ 22 ഇവിടെ ചെറുതായിട്ട് വലുതായിട്ട് വരും. കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വിച്ച് ക്യൂബ്സ് കണ്ടില്ലേ, 390 സിമിലർ ആയിട്ട് സ്വിച്ച് ക്യൂബ്സ്. വ്യത്യാസം ഈ കാണുന്ന ക്രൂസ് കൺട്രോൾ. ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ ഓൺ ദ ഗോ ക്രൂസ് കൺട്രോൾ എൻഗേജ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലസ് ബട്ടൺ ഒക്കെ സ്പീഡ് കൂട്ടാൻ പറ്റും, അതിൽ മൈനസ് ചെയ്താൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ മത്താപ്പ് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊള്ളാല്ലേ. ആ 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. എല്ലാം കൊണ്ട് കൊള്ളാം. എല്ലാം കൊണ്ട് കാണാൻ സെറ്റപ്പാണ്. പ്രോപ്പർ ഡക്കാർ ബൈക്ക് പോലെ. പിന്നെ കണ്ട ഇതിൻ്റെ മിറേഴ്സ് കണ്ട ആ ഡോമിന ടൈപ്പ് ഓഫ് ഇൻസ്പയർ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഡ്യൂക്ക് 250 വരുന്ന സിമിലർ ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റിയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിന് കുറച്ചുകൂടി സെപ്പറേറ്റ് ആയിട്ട് കുറച്ചുകൂടി ആ ഡബിൾ ടേക്ക് ടൈപ്പ് ഓഫ് മിറേഴ്സ് കൊടുത്താൽ മച്ച് ബെറ്റർ ആയതിന് കേട്ടോ. ടാങ്കിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, കൊള്ളാലേ സാധനം. എല്ലാ വണ്ടിയുടെ താക്കോലുണ്ടല്ല കണ്ട, റെഡി ടു റേസ് കേട്ടോ. ഇതെല്ലാം ഫ്യൂൽ അടിച്ച് വെച്ചേക്കും. എല്ലാ അക്രമവും എല്ലാവരും വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ വണ്ടി എടുത്ത് മൊത്തം അക്രമം കാണിക്കും കേട്ടോ. പിന്നെ ഇതാണ് 390X കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് ക്രൂസ് കൺട്രോൾ അങ്ങനെ കുറച്ച് സ്കെയിൽ ഡൗൺ വേർഷൻ. ആ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് പ്രൈസ് കട്ടിങ്, അങ്ങനെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിയ സീനൊന്നുമില്ല കേട്ടോ വണ്ടി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ആ TFT മീറ്റർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എഞ്ചിൻ പവർ ഫിഗേഴ്സ് മത്താപ്പൊക്കെ സിമിലർ തന്നെ. കണ്ട അഡ്വഞ്ചർ 390X കണ്ട ഫ്രണ്ട് 19 ഇഞ്ചാണ്, ബാക്കിൽ അതുപോലെ 17 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ സൈസ് കൊടുത്താൽ അതുകൊണ്ട് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, കുറച്ചുകൂടി സീറ്റായിട്ട് കുറവാണ്. കുറച്ചൊരു റോഡ് വേർഷൻ ആണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൂറിംഗ് ആണ്. എന്നാലും ഓഫ് റോഡിങ് കേബിൾ നല്ല ഓഫ് റോഡിങ് കേബിലിറ്റി ഉണ്ട്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒന്നുമില്ല. കോസ്റ്റ് കുറഞ്ഞ ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ ബാഷ് പ്ലേറ്റ് നോക്ക്. ഞങ്ങൾ കുറച്ച് ഇതേ ഓഫ് റോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് അടിയൊക്കെ തട്ടിച്ച് കൊള്ളാട്ട് ഒരു അലൂമിനിയം ബാഷ് പ്ലേറ്റാണ് കൊടുത്തേക്ക്. ലൈറ്റ് വെയിറ്റ് അത് അത്യാവശ്യത്തിലുള്ള സ്ട്രെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് മരണം കാണിച്ച അക്രമം കടാക്കല്ലൊക്കെ കൊണ്ട് നമ്മൾ ചാടിച്ച എന്നിട്ട് അടി ചെറുതായി തട്ടും. വേറൊരു സ്ഥലത്ത് ഡാമേജ് വല്ല കേട്ടോ. പിന്നെ ഈ ഹാൻഡ് ഗാർഡ്സൊക്കെ ഉണ്ടില്ലേ, കൊള്ളാട്ടോ. ആ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ സെറ്റപ്പുള്ള ഹാൻഡ് ഗാർഡ്സ്, ആ നക്കിൾ ഗാർഡ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, പക്ഷേ അതിന് പ്ലാസ്റ്റിക്കാണ്, വലിയ റീഎൻഫോഴ്സ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്നാലും നല്ല ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെവേഴ്സൊക്കെ കണ്ടില്ലേ, അഡ്ജസ്റ്റബിൾ ലെവേഴ്സാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ട് ഈ ഗാർഡിലുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച്, ഈ നക്കിൾ ഗാർഡിലുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. കൊള്ളാം. ബ്രേക്കും ക്ലച്ചും അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ ഈ ബട്ടൺ കണ്ട, ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റൈഡ് മോഡിൽ പോയിട്ട് റൈഡൊക്കെ മാറ്റാം കേട്ടോ. ഓഫ് റോഡ് മോഡുണ്ട്, അത് റെയിൻ മോഡുണ്ട്, സ്ട്രീറ്റ് മോഡുണ്ട്, എല്ലാ മോഡും ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫ് റോഡില്ല, ഓഫ് റോഡിൽ അക്രമം കാണിക്കാൻ ഓഫ് റോഡ് മോഡാണ് കേട്ടോ. കണ്ട റിയർത്തെ ABS ഓഫാവും, ട്രാക്ഷൻ കണ്ടോ ലീസ്റ്റ് ഇൻട്രൂസീവ് ആവും, നല്ല അഗ്രസീവായിട്ടുള്ള ത്രോട്ട് റെസ്പോൺസോ എല്ലാം മത്താപ്പോ. എൻ്റെ എക്സോസ്റ്റോട്ട് ഞാൻ കേൾപ്പിച്ചതില്ലല്ലോ, എക്സിൻ്റെ ഞാനല്ല കേൾപ്പിച്ചതല്ലേ, കേൾപ്പിച്ചത് 1 ടച്ച് സ്റ്റാർട്ടാണ്. കുറേ അബ്യൂസ് ചെയ്ത മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ബ്രാൻഡ് ന്യൂ, റണ്ണിനും കൂടി പ്രോപ്പർലി ചെയ്തിട്ടില്ല, വന്ന അക്രമം കണ്ടില്ലേ. ആ ഓയിൽ കാണാൻ പറ്റും, ആ സൈഡ് ഗ്ലാസ്സിലൂടെ ഓയിൽ കാണാട്ടെ, പാവം വണ്ടിയല്ലേ. ആംഗ്രി എൻജിനാണ് കേട്ടോ. കുറച്ചൊരു ഹാർഷ്നെസ് ഫീൽ ചെയ്യുക, കുറച്ച് എന്താ വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫർ ഫ്രെയിമാണ് കൊടുത്തത്, 10% മോർ സ്റ്റിഫറാണ്. നിങ്ങൾ റേസ് ചെയ്തൊക്കെ വെക്കുന്നതുകൊണ്ട് കുറച്ചധികം വൈബ്രേഷൻ വരും കേട്ടോ. ആ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി എൻ്റെ ക്രാങ്ക് ആംഗിൾ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചാൽ, പക്ഷെ എന്നാലും വൈബ്രേഷനൊക്കെ വരും. അതുകൊണ്ടാണ് ഇത്രയും വലിയതേ കണ്ടില്ല, ആ റബ്ബർ മൗണ്ടിങ് ഒക്കെ കൊടുത്തേക്ക്, എന്നിട്ടും വൈബ്രേഷൻ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. പക്ഷെ കൊള്ളാലേ, എക്സോസിൻ്റെ അഗ്രഷനാണ്, ഗ്രണ്ടാണ്, ആ ബേസ് കണ്ട. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഓ ഇത് കൊള്ളാല സെറ്റപ്പ്. ഒരു കല്ലൊക്കെ മാറ്റി വെക്കട്ടെ. എൻ്റെ സീറ്റായിട്ട് വന്ന് 830 mm വേണ്ടോ. പക്ഷേ ഈ സീറ്റിൻ്റെ ഈ പോർഷൻ കണ്ടോ ഭയങ്കര നാരോ ആക്കി കൊടുത്തുകൊണ്ട് ഞാൻ 5'8", എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം, ആ സെറ്റപ്പ് കൊള്ളാം. മാത്രം എൻ്റെ എർഗണോമിക്സ് നോക്ക്, ഫുഡ് പെഗ് നോക്ക്, കറക്റ്റ് സീറ്റിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള എർഗണോമിക്സ്, കൈയൊക്കെ ഉണ്ട് പെർഫെക്റ്റ് റീച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ 5'8" ഫ്രെയിം അപ് ടു 6 ഫീറ്റ് വരെ ഇത് അടിപൊളി പൊസിഷനാണ്. നിങ്ങൾ നിന്ന് ഓടിക്കാനാണെങ്കിലും അടിപൊളിയാണ്. ഈ ടാങ്കിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, KTM കുറേ R&D ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഓഫ് റോഡർ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഓഫ് റോഡിങ് കേബിൾ, പ്രോപ്പർ ഓഫ് റോഡല്ല, നല്ല ഓഫ് റോഡിങ് കേബിലിറ്റി ഉള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. അക്രമം കൊള്ളാമല്ലേ. അപ്പോൾ നമുക്ക് പോയി കുറച്ച് അക്രമം കാണിച്ചിട്ട് വരാം കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. ഇതിൻ്റെ പ്രൈസ് കമ്പയർ ടു ഹിമാലയ 400 ഒക്കെ കുറച്ച് കൂടുതൽ, 3.67 lakhs എക്സ് ഷോറൂമാണ് വരുന്നത്. നമ്മുടെ ഓൺ റോഡ് ക്ലോസ് ടു 5 lakhs വരും കേട്ടോ. ഓ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തത്, ആരെ കോൺടാക്ട് ചെയ്യാൻ, ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ആരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേ. കയറി ചെക്കൗട്ട് ചെയ്ത് നോക്ക്, നമുക്ക് റൈഡ് പോയിട്ട് വരാം. മക്കളെ നമ്മൾ വണ്ടി എടുത്തിട്ടോ, ദ ബ്രാൻഡ് ന്യൂ KTM 2025 അഡ്വഞ്ചർ 390 കൊണ്ടുവന്നിരിക്കുക. കേരള റോഡിലല്ല, നമ്മൾ ഗോവയെ കൊണ്ടുവന്നിട്ട് അക്രമം കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സീൻ വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വണ്ടി കയറിയപ്പോൾ തന്നെ അക്രമമാണ്. ഓ ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ. സെറ്റ് പഴയ അഡ്വഞ്ചറൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത് ഹമ്പാണോ, ചമ്പി ചാടി നോക്കട്ടെ. ഓ സെറ്റപ്പ് സസ്പെൻഷൻ കേട്ടോ, ആ ലോങ് ട്രാവൽ സസ്പെൻഷനാണ്. ആ ബംസൊക്കെ ബ്യൂട്ടിഫുള്ളി അബ്സോർബ് ചെയ്തെടുത്തിട്ടോ. ആ ഇംപെർഫെക്ഷൻ ഇല്ലേ, റോട്ടിൻ്റെ ഓരോ അടിയും പിടിയും എല്ലാ സാധനവും അബ്സോർബ് ചെയ്തെടുത്തേക്കുക. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തോടെ പെർഫെക്റ്റ്. അത് ക്രൂസ് കൺട്രോൾ ഇട്ടല്ല, 50 ക്രൂസ് കൺട്രോൾ ഇട്ട് കൈവിട്ട് ചില്ല് ചെയ്ത് പോവാം. കാരണം 50 6th ഗിയറിൽ ചില്ല് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഏകദേശം 26 km/ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടും. കണ്ട ടൂറിങ്ങിന് നോക്ക്, കേബിലിറ്റി നോക്ക് നിങ്ങൾ. എന്നിട്ട് നെക്കി പിടിച്ചാൽ സ്പീഡ് കൂട്ടാൻ പറ്റും. ഞാൻ ത്രോട്ടിൽ കൊടുത്തിട്ടില്ല, സ്പീഡ് കണ്ടേ, ഞാൻ 70, 75, 80 ആക്കി കൊടുത്ത്, 85 ആക്കി, 90 കൊടുത്ത് അവിടെ നിന്ന് പുള്ള് ചെയ്ത് കയറും. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും കേട്ടോ. ക്രൂസ് കൺട്രോൾ കട്ടും ചെയ്യില്ല. കണ്ടൊക്കെ ഡൗൺ ഷിഫ്റ്റ് അപ്പ് ഷിഫ്റ്റ് ചെയ്ത് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ബ്രേക്ക് പിടിച്ചാൽ. ഓ ഇത് അടിപൊളി ടൂറിങ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിൽ 90 സെക്ഷൻ ടയർ, 21 ഇഞ്ച്, പക്ഷേ 90 സെക്ഷൻ ടയർ, ചെറിയ ടയറാണ്. ഹിമാലയം പോലെ ചെറിയ ഫ്രണ്ട് ടയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ചാണ്. അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും, എങ്ങനെ മാറണമെന്ന്. ഇത് ഹിമാലയക്കാട്ടി വീൽ ബേസും കുറവാണ് കേട്ടോ. കുറച്ചൊക്കെ അക്രമം കാണിക്കാൻ സെറ്റപ്പ് വണ്ടിയാണ്. ഓഹോ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കോട്ടോ. ബൗൺസൊക്കെ എടുക്കുന്ന കണ്ടില്ലേ, സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി അക്രമം കാണിക്കുക. പക്ഷേ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് കുറച്ച് നേരമായിട്ടുള്ളൂ, ഒരു 2 മണിക്കൂറായിട്ടുള്ള വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്. ഞാൻ പോലെ ഇനിയും കിടക്കുന്ന സമയം ഫുൾ ഡേ ഇൻ ഗോവ അടിച്ച് പൊളിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് കുറേ നേരം ട്രാഫിക്കിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഹെക്ടിക് ട്രാഫിക്കാണ്, അതുകൊണ്ട് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. ഉണ്ടാവുമല്ലോ ഒരു 399cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ, 46 ഹോഴ്സ് പവർ, 39 Nm ഓഫ് ടോർക്കാണ്. ബ്യൂട്ടിഫുൾ. അത് കുറച്ചും കൂടി ലോ ഡൗൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാൻ ദ ഡ്യൂക്ക് 390. ഓ
കൊള്ളാം. സ്പ്രോക്കറ്റിംഗ് മാറിയുണ്ട്. പഴയ ഡ്യൂക്ക് 250 അതിൻ്റെ സ്പ്രോക്കറ്റിംഗ് ആണ് കൊടുത്തത്. ഫ്രണ്ടിൽ 14, ബാക്കിൽ 46 ടീത്ത് സ്പ്രോക്കറ്റാണ് കൊടുത്തേക്കുക. അതുകൊണ്ട് പടപടയുന്ന ആക്സലേഷൻ ചെയ്യുന്ന വണ്ടി കൊള്ളാട്ടോ. ആ 4000 അബോവ് എത്തിക്കണം, എന്നാലേ വണ്ടിക്ക് പവറുള്ളൂ. ഇത് വെച്ച് നാളെ നമുക്ക് ഓഫ് റോഡും കയറി വെക്കാം. ഇന്ന് നമുക്ക് റോഡിൽ ടെസ്റ്റ് ചെയ്യാം. കണ്ടല്ലോ, ബിലോ 4000 അങ്ങനെ പോകാൻ പറ്റില്ല. അത് ഹിമാലയന് കുറച്ചും കൂടി എളുപ്പമുണ്ട്. 450 അതല്ലെങ്കിൽ പഴയ 411 എന്ന് പറഞ്ഞാൽ ലോ ഡൗൺ ടോർ കൂടുതലുണ്ട്. പുതിയ ഹിമാലയ 450 കുറച്ചൊരു ഷോർട്ടർ സ്ട്രോക്കാണ്. അപ്പോൾ അത്രമാത്രം സെറ്റപ്പ് അല്ല. എന്നാൽ കൂടി അതിൻ്റെ ടോർക്ക് 40 Nm ഓഫ് ടോർക്കാണ് ഹിമാലയ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കുറച്ചും കൂടി ലോവർ ഡൗൺ. ഇത് കുറച്ചും കൂടി റെവ് എത്തിയാൽ ആ പവർ കിട്ടുള്ളൂ. പക്ഷേ ഇത് കൊള്ളാട്ടോ, ഭയങ്കര കേപ്പബിൾ വണ്ടി. എൻ്റെ സെറ്റപ്പ് ആണെങ്കിൽ എൻ്റെ എർഗണോമിക്സ് ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ, എന്ത് കംഫർട്ടബിൾ ആയിട്ടാ. നിന്നും കൂടി നോക്കട്ടെ. ഓ പെർഫെക്റ്റ് അറ്റാക്കിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് കേട്ടോ മക്കളെ. അക്രമം കാണിക്കുന്നു പറയാ. അക്രമം കാണിക്കണോ? ഓ അക്രമം ആയല്ലോ ഈശ്വര. അക്രമം കുറച്ച് കൂടുന്നുണ്ടോ? സെറ്റപ്പ്. ക്വിക്ക് ഷിഫ്റ്റർ കുറച്ചും കൂടി റീവർക്ക് ചെയ്യുന്നതാണ് KTM എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മച്ച് ബെറ്ററായി. സെറ്റപ്പ് വണ്ടിയാണ്. ക്ലച്ച് പിടിക്കേണ്ട, ക്ലച്ച് ഓൺ ദ ലൈറ്റർ സൈഡ് തന്നെ. പക്ഷേ എന്നാലും ക്ലച്ച് പിടിക്കേണ്ട, നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കേണ്ട അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. അത് അടിപൊളിയായിട്ട് ഇപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോഴാണ് ക്വിക്ക് ഷിഫ്റ്റർ സെറ്റ്. ആ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ആണ്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ എന്നാണ് പറയുന്നത്. എൻ്റെ വീൽ ബേസ് ഞാൻ പറഞ്ഞില്ല ഹിമാലയക്കാട്ടി ഷോർട്ടറാണ്, അതുകൊണ്ട് കൊണ്ട്. പക്ഷേ പഴയ അഡ്വഞ്ചറിനെ കാട്ടി കുറച്ച് വീൽ ബേസ് കൂടിയുണ്ട്. പഴയ അഡ്വഞ്ചർ കുറച്ചുകൂടി ബെറ്റർ റോഡ് ബൈക്കായി. ഇതിന് ഭയങ്കരമായിട്ട് ഓഫ് റോഡിങ് കേബിലിറ്റി ആണ് കൂടിയത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി, എല്ലാം സീറ്റായിട്ട് കുറച്ചു, വെയിറ്റ് 1 kg കുറച്ചു. SW വേരിയൻ്റ് വെച്ചാണ്, സ്പോക്ക് വീൽ വേരിയൻ്റ് വെച്ചാൽ പറയുന്നത്. അത്രയും മാറ്റങ്ങളുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സ്പോക്ക് വീൽ നിന്നാണ് ട്യൂബ്ലെസ്സും കൂടിയാണ്. പഞ്ചറായാൽ പെട്ടെന്ന് എയർ പോവില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ കൊള്ളാം. ടയേഴ്സ് അപ്പോഴോ ട്രാംബ്ലർ ടയേഴ്സാണ്. അത്ര സെറ്റപ്പ്, അത്രയും ഗ്രിപ്പില്ല ഫ്രണ്ട് എൻഡ്. എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യാം ആ ഫ്രണ്ട് എൻഡ് കയ്യിൽ നിന്ന് പോകുന്ന. ഇന്നുകൊണ്ട് ഇത്രയും മാത്രം പവർ ഉണ്ടാക്കുന്നുണ്ട്. കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് എൻഡ് ഫീൽ ചെയ്യാൻ പറ്റും ചെറുതായി പോകുന്നത്. എന്നാൽ സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് കൈവിട്ടൊക്കെ ഓടിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. ടൂറിങ്ങിലാണെങ്കിൽ മര്യാദക്ക് ഓടിച്ച് യാതൊരു സീനില്ല. പക്ഷേ ഇങ്ങനത്തെ വണ്ടികൾ അഡ്വഞ്ചറൊന്നും മര്യാദക്ക് ഓടിക്കാൻ പറ്റില്ല. പിന്നെ കണ്ട ഫുൾ ടാങ്ക് അടിച്ച് സെറ്റപ്പ്. ഇപ്പോൾ 21 കിലോമീറ്ററാണ് ട്രാഫിക്, ഹെവി ട്രാഫിക്കാണ്. മിറേഴ്സും കുഴപ്പമില്ല. ഒരു ഡോമിന കൈൻഡ് ഓഫ് മിറേഴ്സാണ് കൊടുത്തത്. കുറച്ചിട്ട് സിമിലർ ടു ദ ഡോമിന 4 ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ മോശമൊന്നുമില്ല. ഈ വിൻസ്ക്രീൻ ശരിക്കും കൊള്ളാട്ടോ, അടിപൊളി വിൻസ്ക്രീനാണ്. പക്ഷേ ഈ ഗോവ കത്തുന്ന ചൂടാണ്. എനിക്ക് കുറച്ച് കാറ്റ് കൊണ്ടാൽ കുറച്ച് കാറ്റ് കൊള്ളാൻ ആഗ്രഹമുണ്ട്. ഇത് ഉരി മാറ്റേണ്ടി വരുമല്ലോ. കണ്ട് ഇവിടെ ചെറിയൊരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എയറോഡൈനാമിക്കിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രാഗ് പിടിക്കുക. ആ ഡ്രാഗ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. എൻ്റെ ഹെൽമെറ്റിൻ്റെ അബോയിലൂടെയാണ് ഇതിൻ്റെ എയർ റൂട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് യാതൊരു കാറ്റ്, നെഞ്ചത്തൊന്നും കാറ്റ് അടിക്കുന്നില്ല. ഒന്ന് ഹൈവേ കയറി നോക്കട്ടെ. ഹൈവേ കയറിയിട്ട് കുറച്ച് മത്താപ്പ് കാണിച്ച് നോക്കാം കേട്ടോ. 21 എനിക്ക് സിറ്റി, മിക്സ്ഡ് സിറ്റി ആൻഡ് ഹൈവേ കിട്ടുന്നത് കേട്ടോ. കമ്പനി പറയുന്നത് 26, 21 തന്നെ കിട്ടിയ ഭാഗ്യമൊന്നും ഞാൻ പറയുന്നത്. അങ്ങനത്തെ അക്രമം കാണിക്കാൻ പറ്റും. കുറച്ചൊരു വൈബ്രേഷൻ ഉണ്ട് ടെഞ്ചിന്. പഴയ അഡ്വഞ്ചറൊക്കെ കുറച്ചൊരു വൈബ്രേഷൻ. ആ ഷോർട്ട് ഗിയറിങ് ആയില്ല. പിന്നെ എൻ്റെ ക്രാങ്ക് ഓഫ് സെറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. 5 ഡിഗ്രി ഓഫ് സെറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ ആ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി കേട്ടോ. NVH ലെവൽസൊക്കെ കുറയ്ക്കാൻ വേണ്ടി. കാരണം ചെറിയ വൈബ്രേഷൻ കേട്ടോ വണ്ടിക്ക്. കുറച്ച് റെവ് ചെയ്ത് കൊടുത്താൽ വൈബ്രേഷൻ ഉണ്ട്. ഫുഡ് പാക്കിൽ വൈബ്രേഷൻ ഉണ്ട്. ഹിമാലയനെക്കാട്ടി വൈബ്രേഷൻ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഫുഡ് പാക്കിൽ വൈബ്രേഷൻ ഉണ്ട്. ബാറൻസ് വൈബ്രേഷൻ ഉണ്ട്. ടാങ്ക് ഞാൻ അതേ കണ്ട അങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചു. കാലൊക്കെ സെറ്റപ്പായിട്ടാട്ടോ വെക്കുന്നത്. ഞാൻ 5'8" ഫ്രെയിം, എനിക്ക് സെറ്റപ്പായിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്യുക. നിങ്ങൾ 5 ഫുട്ട് ആണെങ്കിൽ 5'6" ആണെങ്കിൽ, അതേപോലെ 6 ഫീറ്റ് ആണെങ്കിൽ ഈ വണ്ടി അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ 6 ഫീറ്റ് ആണെങ്കിൽ കുറച്ചൊന്ന് ക്രാംഡ് ആയ പോലെ ഫീലിംഗ് കിട്ടും. കാലൊക്കെ കുറച്ച് മടങ്ങിയിരിക്കുന്ന പോലെ ഫീലിംഗ് കിട്ടും. പക്ഷേ അതർ ദെൻ ദാറ്റ് ബ്യൂട്ടിഫുൾ ആണ് ഫോർ ഷോർട്ടർ റൈഡേഴ്സ് കേട്ടോ വണ്ടി. നിങ്ങൾ ഷോർട്ടർ റൈഡർ നിങ്ങളുടെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ സെറ്റപ്പ് വണ്ടി. വില കുറച്ച് കൂടിയുണ്ട് കേട്ടോ. പ്രൈസ് ഏകദേശം വരുന്നതുകൊണ്ട് എക്സ്ഷോറൂം പ്രൈസ് 3.9 lakhs ആണ്. വിലയുണ്ട്, പക്ഷെ അത്ര ഇലക്ട്രോണിക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IMU കൊടുത്തിട്ടുണ്ട്. 3 axis IMU കൊടുത്തിരിക്കുന്നത്. വണ്ടി മനസ്സിലായി. ഇതിൻ്റെ അകത്തൊരു ഇനേഴ്ഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ് നോക്കിയിട്ട് അത് എത്രമാത്രം പിച്ച് യോർ റോൾ എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം ഫ്രണ്ടിലോട്ടായി, സൈഡിലോട്ടായി, ബാക്കിലോട്ടായി എന്ന് മനസ്സിലാവും. അതനുസരിച്ചിട്ട് ABS ഇൻ്റർവീൻ ചെയ്യുന്ന രീതി മാറ്റും കേട്ടോ. കാരണം ഇവിടെയൊക്കെ കൊടുക്കട്ടെ ആ റംബിൾ സ്ട്രിപ്സ് ഒക്കെ ഉണ്ട്. എന്ത് എഫേർട്ട്ലെസ് ആ സസ്പെൻഷൻ എല്ലാം സോക്ക് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ 390R പുറത്തുള്ള ഇൻ്റർനാഷണൽ വേരിയൻ്റില്ലേ, അതിൻ്റെ സസ്പെൻഷൻ അല്ല കേട്ടോ. അതിനെക്കാട്ടി കുറച്ച് സ്റ്റിഫർ സ്പ്രിങ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ട്രാവലും കുറച്ചതിൻ്റെ ഹൈറ്റും കുറച്ചാണ്. അങ്ങനെയാണ് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റിയത്. ഓ പുള്ള് അബവ് 5000 RPM ഇതിൻ്റെ പുള്ളെന്ന് പറഞ്ഞാൽ. അതാണ് 390 എഞ്ചിനാണിത്. കുറച്ച് റീവർക്ക്, കുറച്ചുകൂടി പവർ ലോ ഡൗൺ ഉണ്ടാക്കാനുള്ള ഗിയറിംഗ് ഒക്കെ കൊടുത്തേക്കുക. പക്ഷെ പറക്കും വണ്ടി. കൈ കൊടുത്തേ ഓ ആ ശബ്ദം കേട്ടില്ലേ. ഓഹോ
0 to 60 2.6 സെക്കൻഡ്സിലായിട്ടോ. 0 to 100 അണ്ടർ 6 സെക്കൻഡ്സിലാണ്. ഞാൻ അത്രയും കൈ കൊടുത്ത് നോക്കിയില്ല. നമുക്ക് പ്രോപ്പർ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് GPS ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ കറക്റ്റ് പറയാം. ഒന്ന് കോർണർ ചെയ്ത് നോക്കട്ടെ. ബ്രേക്സ് ഓഹോ കൊള്ളാം, വണ്ടി ലൈനൊക്കെ കീപ്പ് ചെയ്യും കേട്ടോ. എന്ന് പറഞ്ഞാൽ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ ആക്സിൽ ബ്രേക്സാണ് കൊടുത്തേക്കണം, മറ്റേ അത്രമാത്രം റിജിഡ് ബ്രേക്കിങ്. കാരണം കൂടുതൽ ഫ്രണ്ട് ആൻഡ് ട്രാവലുള്ള സസ്പെൻഷനാണ്. മാത്രമല്ല അപ്പോൾ അങ്ങനത്തെ ട്രാവലുള്ള സസ്പെൻഷനിൽ നിങ്ങൾ ഷാർപ്പ് സിൻഡർ ബ്രേക്ക് പാഡ്സ് അതേപോലെ റേഡിയൽ കാലിപ്പേഴ്സ് ഒക്കെ കൊടുത്ത് തന്നെ ഭയങ്കര ഹാർഷ് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഓഫ് റോഡിൽ പണി കിട്ടും. ഞാൻ പറഞ്ഞു ഇത് കുറച്ചും കൂടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിളാണ്. ദാൻ റോഡ് മോട്ടോർ സൈക്കിൾ ഓഫ് റോഡിങ് കൂടി അക്രമം കാണിക്കാനുള്ള വണ്ടിയാണ്. നല്ല ടൂറിങ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്. ട്യൂബ്ലെസ് ടയേഴ്സാണ്, സ്പോക്കാണ്, ഓഫ് റോഡും പോവാം, ലോങ് ട്രാവൽ സസ്പെൻഷൻ, കംഫർട്ടും ഉണ്ട്. ഈവൻ വിത്ത് പില്യനും വെച്ചോണ്ട് പോവാം. കൊള്ളാം, അടിപൊളി. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട വണ്ടി. ഞാൻ ചിലപ്പോൾ ഒന്ന് എടുക്കും. ഐ എം ഇംപ്രസ്. ശരിക്കും വൈബ്രേഷൻ ഉണ്ട്, അതെൻ്റെ ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി പാനൽസ് ചേർന്ന് വൈബ്രേറ്റ് ചെയ്യല്ല. ഇതിൻ്റെ ഏഞ്ചിൽ ആ ബസ്സിനെസ് ഓഫ് 390 ഉണ്ട്. 390 സിംഗിൾ സിലിണ്ടർ അല്ലേ, 400 cc സിംഗിൾ സിലിണ്ടറാണ്. അതിന് വന്ന് വൈബ്രേഷൻ, അതിന് വന്ന ഒരു ബസ്സിങ് ഉണ്ട്. ആ ഫാസ്റ്റായിട്ടല്ലേ പിസ്സ മുകളിലോട്ട് താഴോട്ട് പോകുന്നത്, അതിൽ വരുന്ന ബസ്സിങ് ഉണ്ട്. ആ ബസ്സിങ് ആണ് ഇതിലോട്ട് വരുന്ന ഫുഡ് പാക്ക്. ഇതേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രെല്ലിസ് ഫ്രെയിമാണ്, എൻജിൻ സ്ട്രെസ് മെമ്പറാണ്. അപ്പോൾ അതിന് ആ എൻജിൻ്റെ വൈബ്രേഷൻ ഈ ഷാസിലൂടെ അതേപോലെ ബാറൻസ് ഫുഡ് പാക്കിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. ഓ, കാറ്റൊന്നും നെഞ്ചത്ത് കൊള്ളുന്നില്ല. വിൻഷീൽഡ് കൊള്ളണ്ട, സ്റ്റോക്ക് ഫ്രം ദ ഫാക്ടറി കൊടുത്തിരിക്കുന്ന വിൻഷീൽഡാണ്. അക്രമം. സസ്പെൻഷൻ ഓൺ ദ സ്റ്റിഫർ സൈഡാണ്, പക്ഷേ കൊള്ളാം. മാത്രമല്ല KTM ഇതിലൊരു ലോ RPM അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓ, എന്നാൽ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ 1700 RPM 2000 RPM ഇടയിൽ കുറച്ചൊന്ന് RPM കയറ്റി തരും. മറ്റേ TVSൻ്റെ GTT ഗ്ലൈഡ് ത്രൂ ടെക്നോളജി പോലെ ഒരു മത്താപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങിലാണെങ്കിൽ വണ്ടി സ്റ്റോൾ ചെയ്ത് പോകണം, പെട്ടെന്ന് ക്ലച്ച് പിടിച്ചാട്ടാണെങ്കിൽ RPM പെട്ടെന്ന് ലോ ആയി, ബ്രേക്ക് പിടിച്ച് RPM ലോ ആയി കഴിഞ്ഞാൽ ആ സ്റ്റോളിങ് ഉണ്ടായില്ല. അതൊരു നല്ല മത്താപ്പാണ്. സോ നമ്മൾ ഇനി ചെയ്യുമ്പോൾ കംപ്രഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ റോഡ് കുറച്ച് ബമ്പിയാണ്, എനിക്ക് ഇത്ര സ്റ്റിഫ്നെസ് വേണ്ട, ഫ്രണ്ട് ഫോർക്ക് സ്റ്റിഫ്നെസ് വേണ്ട. ഞാൻ 3 ക്ലിക്സ് ഓഫ് കംപ്രഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് തിരിച്ച്, അപ്പോൾ കൂടുതൽ ഓയിൽ ഫ്ലോ ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റർ ആവട്ടെ ഫ്രണ്ട് ഫോർക്ക്. നോക്കട്ടെ. ഓ കണ്ട, ഇപ്പോൾ കണ്ട ആ ഫ്രണ്ട് ഡൈവ് വന്ന് കണ്ട, നോക്കട്ടെ. ഓ അടിപൊളി കേട്ടോ. ആ ഫ്രണ്ട് ഇപ്പോൾ കണ്ട മച്ച് മോർ സോഫ്റ്റർ ആക്കി. അപ്പോൾ നിങ്ങൾ വന്ന സെറ്റിങ്സിൽ നിന്ന് നിങ്ങൾ കംപ്രഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോർക്ക് സെറ്റപ്പ് ആവട്ടെ, നമ്മുടെ കംഫർട്ടിന് വേണ്ടി. പക്ഷേ ആ ഹാൻഡ്ലിങ് ഉണ്ടായിരുന്നു നേരത്തെ സ്റ്റിഫ് ആയതുകൊണ്ട് ആ കോർണറൊക്കെ ഞാൻ പഴുത്തല്ലേ എടുത്ത്. ഇത് നോക്ക്, ഇതിലിപ്പോൾ ഒന്നും അറിയുന്നില്ല, കയ്യിലൊരു അടിയോ ഒന്നുമില്ല. സസ്പെൻഷൻ കണ്ട ഓൺ ദ ഗോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കൈ വെച്ച് തിരിച്ചെടുക്കാം. അതേപോലെ റീബൗണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റേറ്റ് ഓഫ് ഈ കംപ്രഷൻ, ഈ ഫോർക്ക് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന റേറ്റില്ലേ, ഈ ഫോർക്ക് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന റേറ്റില്ലേ, അതാണ് റീബൗണ്ട് കേട്ടോ. അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ കൊള്ളാം. പിന്നെ റിയർത്തെ ABS ഞാൻ ഓഫാക്കി സ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടോ. കോർണർ ഒരു ട്രാഫിക് അല്ലെങ്കിൽ സ്ലൈഡിങ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അക്രമമൊക്കെ നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇത് കൊള്ളാട്ട് വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളി ബ്രേക്കിംഗ് ആണ്. ഇത് ആക്സൽ ബ്രേക്സ് ആണെന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചാൽ അത്ര സെറ്റപ്പാണ്, പക്ഷേ ഇപ്പോൾ ഓഫ് റോഡ് മോഡിൽ ആ ABS സെൻസിറ്റിവിറ്റി കുറച്ച് വെച്ചപ്പോൾ അടിപൊളിയാണല്ലോ ഇത്. ടൂറിങ് എനിക്ക് ആവശ്യത്തിലുള്ള ബ്രേക്സ് ഉണ്ട്. പിന്നെ ഇതാണ് റെയിൻ മോഡ് കേട്ടോ. അയ്യോ, ഈ മോഡ് ഇട്ട് ഓടിക്കാൻ അക്രമമൊന്നും നടക്കില്ല, ഭയങ്കര ശാന്തം വണ്ടി. ഇത് കൈ പൊളുത്തോടും വണ്ടി കയറുന്നില്ല. ഏറ്റവും കൂടുതൽ ABS ഇൻ്റർവെൻഷൻ ആണെങ്കിലും ത്രോട്ടിൽ റെസ്പോൺസൊക്കെ കുറച്ച് കളഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് ട്രാക്ഷൻ കണ്ടൊക്കെ അപ്പം തന്നെ ഇൻ്റർവ്യൂ ഒന്ന് സ്ലിപ്പായത് റിയർ വ്യൂ ഒന്ന് കറങ്ങി തുടങ്ങി തന്നെ അപ്പം തന്നെ പവർ കട്ടി. അങ്ങനത്തെ മോഡാട്ടോ. അങ്ങനെ കൊടും മഴയത്തൊക്കെ നിങ്ങൾ ബിഗിനർ റൈഡറാണെങ്കിൽ റെയിൻ മോഡ് ഇട്ട് ഓടിക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റ് മോഡ് ഓൾ ദ ടൈം ഇസ് ഗുഡ്. ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ ഓഫ് റോഡ് മോഡ് ഇട്ട് ഓടിക്കുക. സ്ട്രീറ്റ് മോഡിൽ ഓഫ് റോഡ് ആയാലും സീനിലൊന്നും കേട്ടോ, ഓഫ് റോഡ് നമുക്ക് പോയി നോക്കാം കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ പവർ ടു വെയിറ്റ് ആണ്. ഇതിൻ്റെ വെയിറ്റ് വന്നാണെങ്കിൽ 182 kg ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ലൈറ്റർ എന്താ ഹിമാലയൻ 450 കൂടുതൽ പവർ ആണ് ഉണ്ടാക്കുന്നത്. 46 ഹോഴ്സ് പവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അക്രമേ ലൈറ്ററും കൂടിയാണ്. ശരിക്കും ടാങ്ക് റേഞ്ചില്ല കേട്ടോ. 14.5 ലിറ്റർ ടാങ്കായ ഏകദേശം 350 കിലോമീറ്റർ റേഞ്ച് കിട്ടും മര്യാദ ഓടിച്ചാൽ. കൈ കൊടുത്ത് പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പക്ഷെ കൈ കൊടുക്കുമ്പോഴേക്കും വണ്ടിക്ക് അങ്ങോട്ട് ഇഷ്ടമാണ്. കൈ കൊടുക്കുന്നു പറയുക. ഞാൻ ക്രൂസ് ചെയ്യാനുണ്ട്, ഒന്ന് ടക്കിങ് ചെയ്തപ്പോഴേക്കും ആ ഉണ്ടായ സ്ട്രെയിൻ, ഹെൽമെറ്റിൻ്റെ മുകളിലുണ്ടായ സ്ട്രെയിനൊക്കെ പോയി. അടിപൊളിയാണ് കേട്ടോ.
മാരക ഹെഡ്ലൈറ്റ് ആണ് ഇത്. ഓ സെറ്റപ്പ്, ഹൈ ബീമും ലോ ബീമും കൊള്ളാം. ഒരു 2 ഓക്സ് ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ടൂറിങ് മെഷീനാണ് കേട്ടോ. കൊള്ളാല്ലേ, ഇങ്ങനെ ഇരുന്ന് പോവാം ഗൈസ്. എന്ത് അടിപൊളി വണ്ടിയാണ്, കേപ്പബിലിറ്റി നോക്ക്. നമ്മൾ അതിരാവിലെ തുടങ്ങിയ അക്രമമാണ്. സ്റ്റെബിലിറ്റി ചെക്ക്, പാലത്തിൻ്റെയൊക്കെ മറ്റേ ഇടയിലുള്ള ഗ്യാപ്സിൽ ആ തെർമൽ എക്സ്പാൻഷന് വേണ്ടിയുള്ള ഗ്യാപ്സൊക്കെ കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ അടിപൊളി സസ്പെൻഷൻ. കുറച്ചും കൂടി ഞാൻ ഫൈൻ ട്യൂൺ ചെയ്തിരുന്നു, കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ആക്കിയിട്ട് റീബോണ്ട് കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ആക്കി എടുക്കുന്നു. നോക്ക്, ഒരു അടിയോ സീറ്റിലോട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് 6ിലോട്ടാക്കി, കുറച്ചും കൂടി ഫ്യൂൽ എക്കോണമി കിട്ടട്ടെ. 26 കിട്ടും കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇന്നലെ ഫുൾ ടാങ്ക് ഉണ്ടായത് കുറേയൊക്കെ നമ്മൾ കൊണ്ടേ കത്തിച്ചളഞ്ഞ്. ലൈൻ ഹോൾഡ് ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് ബ്രില്യൻറ്റ് വണ്ടിയല്ലേ. പിന്നെ കൈയൊക്കെ തടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചാൽ ചെറിയൊരു വിൻ പ്രൊട്ടക്ഷൻ കിട്ടും. ഈ നക്കിൽ കാർഡ്സ് അല്ല, ചെറിയൊരു വിൻ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇവിടെ ആദ്യം ഫുൾ കോഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ ഒക്കെ ഫുൾ ഫോഗ്ഡ് അപ്പ് ആയിപ്പോയി. അപ്പോൾ ക്യാമറ ഒക്കെ ആകെ ഫോഗ്ഡ് ആയിപ്പോയി. നമ്മൾ മരണം ഓഫ് റോഡ് ആയിരുന്നില്ലേ, വെയിൽ മഞ്ഞ മുമ്പേ ഇവിടെ മൊത്തം അക്രമമായത്. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ടൂറിങ് കേപ്പബിലിറ്റിയാണ്. നിങ്ങളൊന്ന് ക്ഷീണിച്ചാണെങ്കിൽ നിൽക്കൊന്ന് കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നോക്ക്, നമ്മൾ എത്ര നേരമായി കൈ തൊട്ടിട്ട് ഇങ്ങനെ പോകാം. ബ്രില്യൻറ്റ്, എന്ത് ബ്രില്യൻറ്റ് എൻജിനീയറിങ്. ആ ഷാസി അവർ സ്ട്രെങ്തൻ ചെയ്തിട്ടോ 10% മോർ റിജിഡ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, മത്താപ്പ് കൊള്ളാം. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസ് ആണെങ്കിലും ഓഫ് റോഡൊക്കെ ചെയ്യുവാണെങ്കിൽ അതെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി സ്പീഡ് കൂടട്ടെ, 80 പോവാം. ഇത് കേരളമല്ലല്ലോ. അടിപൊളി, ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ട് പോവാം. സോ മച്ച് പൊട്ടൻഷ്യൽ. കഥ പറയുന്നുണ്ട്. ഞാൻ ഒരു കസയിൽ ഇരുന്ന് കഥ പറയുന്നത്. ഓ കോട കണ്ട. 80 സ്പീഡ് ലിമിറ്റ്. 80 നമ്മൾ പോകുന്നത്. ഇങ്ങനെ കൈവിട്ട് ഓടിക്കാൻ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ദ അൾട്ടിമേറ്റ് അഡ്വഞ്ചർ മെഷീനാണ്. അത്രയും പവറാണ്. ഓഫ് റോഡിൽ മാരകമാണ്. എൻ്റെ അമ്മ, എന്ത് സീൻ വണ്ടിയാണ്. ശരിക്കും എനിക്ക് എൻജോയ്. ഈ വർഷം ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് ഞാൻ ആദ്യം വെച്ച് ഏപ്രിൽ RS457 എൻ്റെ ഫേവറേറ്റ് എന്നാണ്. പക്ഷേ ഇത് ഡിഫറെൻറ്റ് കാറ്റഗറീസാണ്. പക്ഷെ ഇത് മാരകമാണ്. അക്രമം കാണിക്കാൻ പറ്റിയൊരു മുതലാണ്. നമ്മുടെ കണ്ടീഷൻ റോഡ്സ് അടിപൊളി. സോ നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓഫ് റോഡും മരണവും അക്രമമൊക്കെ കാണിച്ചിട്ടാണ്. അതിനവർ പറഞ്ഞ അത്ര ചെയ്യരുത്. പക്ഷേ നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് റോഡിൽ അക്രമമാണ്. ഈ ഫ്രണ്ട് ടയർസ് ആണ് 21 ഇഞ്ച്. അപ്പോൾ അത്രമാത്രം ഫ്രണ്ട് കോൺഫിഡൻസ് ഇല്ല. എന്നാൽ ഇത്ര ഈ എഞ്ചിൻ ഡ്യൂക്ക് 390 എഞ്ചിൻ അക്രമം കാണിക്കാൻ പറ്റുന്ന എഞ്ചിനാണ്. അപ്പോൾ പുഷ് ചെയ്ത് ഓടിക്കുമ്പോൾ ഫ്രണ്ട് 90 സെക്ഷൻ ടയർ, കുട്ടി ടയർ മാത്രമല്ല, കുറച്ച് ബ്ലോക്ക് പാറ്റേൺ ഡുവൽ പേർപ്പസ് ടയറാണ്. അപ്പോൾ നമ്മൾ ടൂറിങ് പേർപ്പസിന് കുറച്ച് ഹയർ സ്പീഡ്, ഞാനൊക്കെ കുറച്ച് അധികം സ്പീഡ് കയറ്റിയിട്ടാണ്. അപ്പോഴാണ് ആ കോർണർ എടുത്തപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അത്ര മാത്രം നമുക്ക് ഫീഡ്ബാക്ക് ഇല്ല. ആ ഫ്രണ്ടിൻ്റെ ചെറുതായി പോകുന്ന ഫീലിംഗ് കിട്ടും. പക്ഷേ ഓഫ് റോഡ് ഞാൻ കയറ്റാൻ കയറിയപ്പോൾ ആ ട്രെയിൽ മൊത്തം ഓടിച്ച് കയറ്റിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ, ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. കുറേ ചെളിയും മണ്ണൊക്കെ ഉള്ള സ്ഥലത്തുകൂടി ഡയറക്റ്റ് കയറി പോയപ്പോഴത് വളരെ ഈസിയായിട്ട്. ആ ടയേഴ്സ് ഉള്ളൂ ശരിക്കും. അപ്പോളോ ട്രാംബ്ലർ ടയേഴ്സ് ഓഫ് റോഡിൽ നല്ല, പക്ഷേ റോഡിൽ നോട്ട് സോ മച്ച്. നിങ്ങൾ ഹൈ സ്പീഡ് റൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടയേഴ്സ് മാറ്റേണ്ടി വരും. ഈ ടയേഴ്സ് അത്രമാത്രം സെറ്റപ്പ് ടയേഴ്സിൽ മാത്രം. ബ്രേക്സ് ആണെങ്കിൽ ഓൺ ദ പ്രോഗ്രസീവ് സൈഡ് സിൻറ്റഡ് പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓഫ് റോഡ് പോയപ്പോൾ ഫ്രണ്ട് പിടിച്ചാൽ അപ്പോഴും ആ ഡൈവ് ഉണ്ട്. ഞാൻ പറയാം, കംപ്രഷൻ ഞാൻ കുറച്ച് വെച്ചേക്കാം ഫോക്സിന്. അതുകൊണ്ട് നല്ല ഫ്രണ്ട് ഡൈവ് ഉണ്ട് മാത്രം വാങ്ങിച്ചു. പക്ഷേ റോഡ് റൈഡിങ് മച്ച് കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. റോഡ് റൈഡിങ്ങിന് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലേക്ക് ഓടി നിങ്ങൾക്ക് കംപ്രഷൻ കുറച്ച് വെക്കാം. മാത്രമല്ല നിങ്ങൾ ഓഫ് റോഡ് പോകുമ്പോൾ ഭയങ്കര ബമ്പി ആയിട്ടുള്ള സ്ഥലത്ത് കൂടി പോകാം. കുറേ സാധനങ്ങൾ കല്ലും മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി ഓടിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കംപ്രഷൻ കുറയ്ക്കാൻ പറ്റുന്നതായിട്ട്. അപ്പോൾ കൂടുതൽ ട്രാവലിട്ട് കൂടുതൽ ഈ ഷോക്ക് അബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റുന്ന, കയ്യിലധികം അടിയും കിട്ടില്ല. മാത്രം ടയറും റോഡായിട്ട് കോണ്ടാക്ട് നിലനിർത്തോട്ടോ. അതിനുവേണ്ടി നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് ഫൈൻ ട്യൂൺ ചേർക്കാൻ പറ്റുന്ന സസ്പെൻഷൻ. റോഡിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അക്രം കാണി കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡ് ആക്കാൻ പറ്റും. നല്ല റോഡാണെങ്കിൽ കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, കംപ്രഷൻ കുറച്ച് വെക്കാം. റീബൗണ്ട് ആസ് ഇറ്റ് ഈസ് ഫ്രം ദ ഫാക്ടറി നല്ല സെറ്റപ്പ്. റീബൗണ്ട് ബാക്ക് ഷോക്ക് നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ബമ്പി റോഡിലൂടെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആക്കാൻ പറ്റും. കുറച്ച് അക്രം കാണിക്കാൻ പോവാണെങ്കിൽ ഓൺ ദ ഹാർഡർ സൈഡ് റൈറ്റിലോട്ട് തിരിക്കണം കേട്ടോ. അതാണ് അത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലാണെങ്കിൽ ഞാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഇത് എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യണമെന്ന് കേട്ടോ. ഇത് ഓടിച്ചിട്ട് അക്രമമായിരുന്നു സെറ്റപ്പ്. ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും കൊള്ളാം. ട്രാക്ഷൻ കൺട്രോൾ, ആ റെയിൻ മോഡിലൊക്കെ ഭയങ്കര ഇൻ്റർവെൻഷൻ. ആ റെയിൻ മോഡൊക്കെ ഭയങ്കര ബിഗിനർ. അത്ര കൊടും മഴയത്തൊക്കെ ഓടിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സ്ട്രീറ്റ് മോഡ്, അല്ലെങ്കിൽ പിന്നെ ഓഫ് റോഡ് മോഡ്, അല്ലെങ്കിൽ ഓഫ് റോഡ് മോഡ് കേട്ടോ. ഓഫ് റോഡ് മോഡാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. എന്ത് റെസ്പോൺസീവ് ത്രോട്ടിലാണ്, പറക്കുവാണ് വണ്ടി. ഓൺ ദ ഹൈവേ ആണെങ്കിൽ ഓഫ് റോഡാണെങ്കിൽ പറന്ന് കയറുക വണ്ടി എന്ന് പറഞ്ഞാൽ ആ മൊമെൻ്റ് വേണം. പഴയതിനെ കാട്ടി
പഴയതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടോളർ ഗിയറിങ്, ആ ലോ എൻഡ് അത്ര പവർ ഉണ്ട്. ഇതിപ്പോൾ ലോ എൻഡിൽ കുറച്ചുകൂടി പവർ ആണ്. എന്നാൽ ഹിമാലയൻ 450 പോലെ അത്രമാത്രം ലോ എൻഡ് പവർ ഇല്ല. ഹിമാലയൻ 411 അത്ര ഒന്നുമില്ല. ആ ലോ ഡൗൺ ടോർക്ക് കുറവാണ്, കാരണം ഇത് കുറച്ചൊരു ഹയർ റെവിങ് എഞ്ചിനാണ്. കുറച്ചൊരു കയറി വരുമ്പോഴാണ് ഇത് പവർ ഉണ്ടാക്കുന്നത്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. ഞാൻ ആ കയറ്റം കയറിയപ്പോഴാണ് ആ മൊമെൻ്റ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് കയറി. മാത്രമല്ല സെക്കൻഡ് ഗിയറൊക്കെ ആ ലോ RPM അസിസ്റ്റ് ഉണ്ട്. നിങ്ങൾ 2000 RPM ഇത് ചെറുതായിട്ടൊന്ന് RPM കയറ്റി വെക്കും. അപ്പോൾ ക്ലച്ച് അപ്പോൾ വണ്ടി സ്റ്റോൾ ചെയ്യണ പ്രശ്നമൊന്നും വരില്ല. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ട്രാഫിക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഫീലിംഗ് ഇത് കുറച്ചൊന്ന് ടോളർ സൈഡ്, ഷോർട്ടർ ഗിയർ ചെയ്യാം, പക്ഷെ എന്നാലും കുറച്ചൊന്ന് ടോളർ സൈഡ്, ഹയർ ഗിയർ ഇട്ട് ലോവർ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ലോ RPM അസിസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എഞ്ചിൻ സ്റ്റോൾ ചെയ്യണ പേടി വേണ്ട. പക്ഷെ എന്നാലും എഞ്ചിൻ ഇസ് നോട്ട് കംഫർട്ടബിൾ. ചെയ്യാൻ പറ്റും, ഓഫ് ആൻഡ് ഓടിക്കാൻ പറ്റും, പക്ഷേ എഞ്ചിൻ അത്ര കംഫർട്ടബിൾ അല്ല. ഈ സസ്പെൻഷൻ ട്രാവൽ, ആ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഞാൻ 100-120 പറന്നാൽ പോകണം. എല്ലാ ബംസും അബ്സോർബ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഇത് അടിപൊളി കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് റോഡ് ഓടിക്കാനാണെങ്കിൽ, ഓഫ് റോഡ് ഉണ്ടാണെങ്കിൽ, ട്രെയിൽ ഓടിക്കാൻ, ഓൾ ഇൻ വൺ മോട്ടോർ സൈക്കിൾ ടു കോങ്കർ ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇതാണ് ദ അൾട്ടിമേറ്റ് മോട്ടോർ സൈക്കിൾ. ശരിക്കും എനിക്ക് ഹിമാലയ ഒരു ബെഞ്ച് മാർക്കാക്കി വെച്ച്, പക്ഷെ ഇത് ഓടിച്ചായിട്ട് ഇത് ഓഫർ ചെയ്യുന്ന പവർ, ഇതിൻ്റെ ഹാൻഡ്ലിങ് സെറ്റപ്പ് വേറെ റേഞ്ചാണ് കേട്ടോ. അതാണ് യു പേ എക്സ്ട്രാ ഫോർ ദ സസ്പെൻഷൻ, ദ ഷാസി, ദ എഞ്ചിൻ, ദ ഇലക്ട്രോണിക്സിന് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കുന്നത്. ഹിമാലയം കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസ്. പക്ഷേ ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി. നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ട്, കൊച്ചിയിലത്തെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്ത് ഒന്ന് വിളിച്ചിട്ട് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. കാരണം ഇത് മാരക വണ്ടിയാണ്. അത്രയും പവർ, അത്രയും ചേഞ്ചസ്, കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ള ഫീലിംഗിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ മാറ്റിയുണ്ട്. മച്ച് മോർ ലൈറ്ററായി, ഗ്രൗണ്ട് ക്ലിയറൻസും കൂട്ടിയുണ്ട്. ഓവറോൾ അടിപൊളി സെറ്റപ്പാണ് വണ്ടി ഓടിച്ചത്. കുറച്ച് വൈബ്രേഷൻ ഉണ്ട്, കുറച്ചൊരു ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നല്ല ഹീറ്റിലാണ് നമ്മൾ ഓടിച്ചത്, അതുകൊണ്ട് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്ര സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഓടിച്ചാൽ ഹീറ്റിങ്ങിൽ വണ്ടി റണ്ണിങ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺട്രോൾഡ്. ആ ഹീറ്റ് മാനേജ്മെൻറ്റ് സെറ്റപ്പ് രീതിയിലാണ് ഓടിച്ചത്. ഓവറോൾ ഒരു ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. ഇതെടുത്ത് യാതൊരു പ്രശ്നവും വരില്ല. ശരിക്കും എനിക്ക് ഇഷ്ടമായി. ശരിക്കും ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഈ മീഡിയ ബൈക്ക് കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ നല്ല റേറ്റിൽ ഞാൻ എടുത്തുകൊണ്ട് കേരളത്തിലോട്ട് കൊണ്ടുപോകാം. അതാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയുണ്ട് സാധനം? സോ ഗൈസ്, ചുരുക്കത്തിൽ പറയുന്നത് ഇത് അക്രമം കാണിക്കാൻ പറ്റുന്ന വണ്ടി. നിങ്ങൾക്ക് ടൂറിങ് വിത്ത് എ പില്യൻ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാൻ പ്ലാൻ ഇടയും. നല്ല സീറ്റ് കുറച്ചൊന്ന് ഹാർഡർ സൈഡ്, പക്ഷെ എന്നാലും ഇതെടുത്ത് പാഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നല്ല സപ്പോർട്ട് സസ്പെൻഷൻ നമുക്ക് വീണ്ടും ഞാൻ എൻ്റെ റീബോർഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ മച്ച് മോർ ഈസി ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാനാണ്, ടൂർ ചെയ്യാനാണ്, എല്ലാം കൊണ്ടും ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. എൻ്റെ കുറ്റം പറയുന്നത് ആ വൈബ്രേഷൻ, കുറച്ച് വൈബ്രേഷൻസ് ഉണ്ട്. അതാണ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ കുറച്ചുകൂടി വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്തു. ഇത് കുറച്ച് ഓഫ് റോഡ് അബ്യൂസ് ചെയ്ത മോട്ടോർ സൈക്കിളുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈബ്രേഷൻ ഒക്കെ കിട്ടി. അതുപോലെ ഓഫ് റോഡിങ്, ടൂറിങ് എല്ലാം കൂടിയുള്ള മോട്ടോർ സൈക്കിൾ നോക്കുക. ഒറ്റ വൺ മോട്ടോർ സൈക്കിൾ ഗാരാജ് നോക്കുവാണെങ്കിൽ ഇതാണ് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഭയങ്കര കേപ്പബിലിറ്റിയാണ്. മോർ ദാൻ യു എവർ നീഡ്, മോർ പവർ ദാൻ യു എവർ നീഡാണ്. അതാണ് ദ അഡ്വഞ്ചർ അക്രമം 390S കേട്ടോ. ഒരു മാരക വണ്ടിയാണ്. സോ നമ്മൾ ഇപ്പോൾ കുറച്ച് ഓഫ് റോഡിങ് ചെയ്യാം. കുറച്ചധികം അക്രമം ഇന്നലെയും കാണിച്ച് ഇന്നും കൊണ്ട് അക്രമം കാണിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ടയർസിന് റോഡിൽ ടയേഴ്സ് അപ് ടു 80-100 ഓടിയ അങ്ങനത്തെ ക്രൂസിങ് സ്പീഡ്സൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ അപ്പോളോ ട്രാംപ്ലർ ടയർസ് ഒരു 120 ക്രൂസ് ചെയ്ത് ഫ്രണ്ട് ബ്രേക്ക് കുടിക്കുന്നത് അത്രമാത്രം കോൺഫിഡൻസ്, അത്രമാത്രം കോൺടാക്ട് പാച്ച് ആ ടയറിനില്ലാത്തതുകൊണ്ട് അത്ര ഹയർ സ്പീഡ് ഓഫ് ക്രൂസിങ്ങിലോ കുറച്ചൊക്കെ ഓവർ അക്രമം കാണിച്ച സപ്പോർട്ട് ചെയ്യില്ല ടയർ. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് ഓഫ് റോഡ് ഈ ടെറൈനിൽ ഓടിക്കാൻ കേട്ടോ. ഇങ്ങനെ ഓടിക്കാൻ ശരിക്കും അടിപൊളി സെറ്റപ്പാണ് ഈ ടയർ കൊടുത്തത്. അപ്പോളോ ട്രാംപ്ലർ ടയർ ഇത്രയും കേപ്പബിലിറ്റി ഉണ്ടെന്ന് ശരിക്കും ഞാൻ ഇപ്പം ഈ ഓഫ് റോഡ് ഇങ്ങനത്തെ ട്രെയിൽസ് ഓടിക്കാനാണ്, പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാവലുള്ള റോഡിലാണ്, കുറച്ചൊക്കെ സ്ലഷ് എൻവയോൺമെൻറ്റിലൊക്കെ ഓടിക്കാനാണ് അടിപൊളിയാണ്. അതൊരു കോംപ്രമൈസാണ്. അത്ര ഹയർ സ്പീഡിൽ അത്ര സെറ്റപ്പ് അല്ലെങ്കിൽ പക്ഷേ ഒരു 80-90-100 ക്രൂസ് ചെയ്താൽ ഇനഫ് ഓഫ് ബ്രേക്കിംഗ് പെർഫോമൻസ്, അത്ര കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഓഫ് റോഡിൽ മാറുക. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡുവൽ പേർപ്പസ് ടയർ, ഡുവൽ കേപ്പബിലിറ്റിയാണ് കൊടുക്കുക. നിങ്ങൾക്ക് റോഡ് ഓടിക്കുക, ഓഫ് റോഡ് ഓടിക്കുക. ഈ മോട്ടോർ സൈക്കിളിൻ്റെ ക്യാരക്ടർ മാച്ച് ചെയ്യുന്ന ടയറാണ് ഈ അപ്പോളോ ട്രാംബ്ലർ. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് കുറച്ചൊന്ന് ഫേമസ് സൈഡാണ്. സിറ്റി യൂസേജ്, കമ്മ്യൂട്ടിങ് ആണ്, ഷോർട്ടർ റൈഡ്സ് യാതൊരു സീൻ. ലോങ് പോകുമ്പോൾ കുറച്ചൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമേ ഒരു ഇഷ്യൂല്. പിന്നെ പിന്നെയും സീറ്റ് ഏരിയ ഉണ്ട്, അത് കുറച്ചൊന്ന് ഷോർട്ടർ സൈഡ്, അത് മാത്രമേ ഡൗൺ സൈഡായിട്ട് പറയാനുള്ളൂ. പിന്നെ കുറച്ച് വൈബ്രേഷൻ. അതർ ദാൻ ദാറ്റ് ഇതൊരു അൾട്ടിമേറ്റ് ഓൾ ഇന്ത്യ കോങ്കർ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ദ പെർഫെക്റ്റ് അഡ്വഞ്ചർ. എങ്ങനെയുണ്ട് സാർ? സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.